ശരീരത്തിലെ ചൈതന്യവത്തായ ശക്തി പ്രഭാവത്തെയാണ് കുണ്ഡലിനി ശക്തി എന്ന് പറയുന്നത്. വിശ്വത്തെ രക്ഷിച്ചു പോരുന്ന പരാശക്തിയുടെ പ്രതിരൂപമായി മനുഷ്യർ ശരീരത്തിൽ കുടികൊള്ളുന്ന മഹാദേവിയാകുന്നു കുണ്ഡലിനി ശക്തി. മനുഷ്യ ശരീരത്തിലെ നാദബ്രഹ്മത്തിൻ്റെ പേരാകുന്നു കുണ്ഡലിനി. 51 അക്ഷരങ്ങളായി പരിണമിക്കുന്നു. അക്ഷരരൂപിണിയായ കുണ്ഡലിനിയാണ് അക്ഷരാത്മകമായ സരസ്വതിയെ കൊണ്ട് സാക്ഷരത തീർത്തത്. വിശ്വം മുഴുവൻ അക്ഷരകല സൃഷ്ടിച്ച് മന്ത്രങ്ങളായി വിശ്വ സൃഷ്ടിയിൽ വ്യാപൃതമായി. പര എന്ന നാദം കുണ്ഡലിനി ശക്തി വിശ്രമിക്കുന്ന മൂലാധാരത്തിൽ പ്രകടമാണ്. അതാണ് ശക്തിയുടെ ആരോഹണവേളയിൽ സ്വാധിഷ്ഠാനത്തിൽ എത്തുമ്പോൾ പശ്വന്തി എന്ന് പറയപ്പെടുന്നത്. അനാഹത ചക്രത്തിൽ എത്തുമ്പോൾ മധ്യമ എന്നും വിശുദ്ധി ചക്രത്തിൽ വൈഖരി എന്നും ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരങ്ങൾക്ക് രൂപം നൽകുന്നു. കുണ്ഡലിനി ശക്തി അക്ഷരബ്രഹ്മമായി ജഗത്താകുന്നു. അതുതന്നെ പരാശക്തി. കുണ്ഡലിനി ശക്തിയുടെ മഹത്വം ഘോഷിക്കുന്ന തന്ത്ര സാധന സമ്പ്രദായത്തിൽ ജഗത് സത്യമാണെന്ന് വാദിക്കുന്നു. ശരീരത്തിൽ മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം എന്നീ ചക്രങ്ങളിലൂടെയാണ് കുണ്ഡലിനി ശക്തി പ്രവാഹിച്ച് മനുഷ്യ ശരീരവും അതുവഴി മനുഷ്യ നന്മയും പ്രദാനം ചെയ്യുന്നു. സഹസ്രാര ചക്രമാണ് അവസാനം. മൂലാധാര ചക്രത്തിൽ ഈ ശക്തി എല്ലാവരിലും നിദ്ര കൊള്ളുകയാണ്. അത് ഉണർത്തി ആരോഹണ അവരോഹണ ക്രമത്തിൽ നിന്നും ആരോഹണക്രമത്തിലൂടെ 6 പടികളിലൂടെ കടത്തി വിടുകയാണ് കുണ്ഡലിനി താന്ത്രിക യോഗ സാധനകൾ ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് ഇട, പിംഗള, സുഷുമ്ന എന്നീ 3 നാഡികൾ. സുഷുമ്നയ്ക്ക് മുകളിലാണ് മറ്റ് ഇതര ചക്രത്തിലൂടെ താഴെ പ്രവാഹിക്കുകയും ചെയ്യുന്നു. കർമ്മകാണ്ഡത്തിൻ്റെ ബന്ധനത്തിൽ മനുഷ്യജന്മം പൂർണ്ണത കൈവരിക്കുവാൻ വീണ്ടും ഇതര അവസ്ഥയിലേക്ക് സ്വാഭാവികമായും വന്നെത്തേണ്ടി വന്നതിനാൽ ഇതര ചക്രങ്ങളിലേക്ക് പ്രവേശിക്കുകയും ഈയൊരു ചാക്രീയ പ്രക്രിയ ശരീരത്തിലും പ്രാവർത്തികമാക്കുക എന്നതും കർമ്മഫലം തന്നെ. പ്രപഞ്ചികത്തിൻ്റെ സർവ്വത്രിക സ്വഭാവം മഹാദേവി ചക്ര മുതൽ അനുക്രാന്ത ചക്ര വരെ 49 ചക്രങ്ങൾ ഇതിന് അനുബന്ധങ്ങളായുണ്ട്. ഈ ആധുനിക യുഗത്തിൽ സഹസ്രാര ചക്രത്തിൽ എത്തിച്ചേരുക എന്നത് തന്നെ അത്യപൂർവ സാധനയാണ്. ബ്രഹ്മർഷികളുടെ അഭാവമാണ് ഇതിനു കാരണം. ദുർഗുണങ്ങളും ദുരാഗ്രഹങ്ങളും നിയന്ത്രണ വിധേയമാക്കിയാൽ അല്ലാതെ മൂലാധാര ശക്തിയിൽ ശക്തിപ്രവാഹം സൃഷ്ടിക്കുന്നതിന് എളുപ്പമല്ല. അത്തരത്തിലുള്ള വ്യക്തി സഹസ്രാര പത്മത്തിന് അപ്പുറം പ്രവേശിക്കുകയും സപ്തലോകം കടന്ന് നിരാകാരനായ സദാശിവനാവുന്ന കാമേശ്വരനെ ദർശിക്കുന്ന അവസ്ഥയാണ് മോക്ഷം. ജനന മരണത്തിൽ നിന്നും മോചനം ആത്മാവിനെ ബന്ധിക്കുന്ന ചക്രമായതിനാൽ സാധാരണ മനുഷ്യന് അപ്രാപ്യമാണ്. ശിരോമധ്യത്തിലുള്ള സഹസ്രദള പത്മത്തിൽ മനുഷ്യന് പ്രവേശിക്കുക എന്നത് നെഗറ്റീവ് ഊർജ പ്രവാഹരെ അകറ്റി നിർത്തേണ്ടത് കുണ്ഡലിനി ശക്തി പ്രയാഗത്തിൽ വരുത്തേണ്ടവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുമുഖത്തു നിന്ന് പ്രാവർത്തികമാക്കുകയാണ് അനുയോജ്യം. മനസ്സ് ശുദ്ധമായി വരുന്ന അവസ്ഥ കൈവരിക്കുന്ന പ്രയാണമായി ഇതിനെ കരുതേണ്ടതുണ്ട്. നാഗശക്തിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയാർജിച്ച ശക്തി. കുതിരശക്തിയേക്കാൾ 10 മടങ്ങ് വേഗതയാണ് നാഗശക്തിക്ക് ഉള്ളത്. സർപ്പം പടം ഉരിയുന്നത് ഒരു ജന്മം കഴിയുന്നതിന് തുല്യമാകുന്നു. അതുതന്നെ സാധകൻ്റെ ഓരോ ചക്രവും തീരുന്നത് ജന്മ
സഫലമാകുന്നതിന് സാമ്യമാകുന്നു. ഈ ചാക്രീയാവസ്ഥ തുടരുമ്പോഴാണ് ബിന്ദു ചക്രാവലംബമായ വിഷം വർജിക്കപ്പെടുന്നത്. സർപ്പത്തിൻ്റെ വിഷം വമിക്കുന്ന തമോഗുണപ്രധാനമായ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് സത്വഗുണത്തിലേക്കുള്ള പ്രയാണം. ഇടയും പിങ്കളയും നാഗത്തിൻ്റെ പിളർന്ന നാവായും ഇവ രണ്ടും ചേർന്നത് സുഷുമ്നയായും പരിണമിക്കുന്നു. നാഗം കുണ്ടലിനീശിയെ ചുറ്റിയിരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെ. ചെളിക്കുണ്ടിലെ താമര ഇതളുകളെ നെഗറ്റീവ് ചിന്തയാർന്ന ശരീരത്തിലെ പോസിറ്റീവ് എനർജിയായി കരുതപ്പെടുന്നു. കുണ്ടലിനി ശക്തി ഒരു തുടക്കമായി കരുതിയാൽ ഇതൊരു പ്രക്രിയയായി തുടരേണ്ടതുണ്ട്. മന്ത്രസാധനയായാലും കുണ്ടലിനി ശക്തി വർദ്ധിപ്പിക്കാനാകും. ഗുരുമുഖത്ത് നിന്നായാൽ മന്ത്രദീക്ഷ കൈവരിക്കേണ്ടതാണ്. ജപശക്തിയും അത്യന്താപേക്ഷിതമാകുന്നു. കുണ്ടലിനി ശക്തി സ്വയം ആർജിക്കാൻ തത്വജ്ഞാനം വഴി ധ്യാനം കൈവരിക്കുകയും ബ്രഹ്മധ്യാനം, വിഷ്ണുധ്യാനം, രുദ്രധ്യാനം എന്നിങ്ങനെ പ്രാവർത്തികമാക്കുകയാണ് ആദ്യപടി. പ്രായാമം ചെയ്യുകയും ധ്യാനനിരതമായി ഇരിക്കുകയും ചെയ്ത ശേഷം വലതുകൈ മൂലാധാരത്തിലും ഇടതുകൈ ശിരസിലും സമർപ്പിക്കുക. ഇടതുകൈയുടെ വിരലുകൾ ആകാശത്തിലേക്ക് ഉയർത്തുക. ശ്വാസമെടുക്കുന്ന വേളയിൽ വം, ഷം, ശം, സം എന്നിവ മനസ്സിൽ ആവർത്തിക്കുകയും നിശ്വാസവേളയിൽ ലം എന്ന് ഉച്ചരിക്കുകയും ചെയ്യുന്നത് ആവർത്തിക്കുകയാണ് മൂലാധാര ചക്ര ക്രമണിക. വലത് കൈ സ്വാധിഷ്ഠാന ചക്രത്തിലും ഇടത് കൈ നേരെയുള്ള സ്ഥാനത്തും നിർത്തിയ ശേഷം ശ്വാസമെടുക്കുമ്പോൾ ഭം, ഭം, മം, യം, രം, ലം എന്നിങ്ങനെ ധ്യാനത്തിൽ നിശ്വാസവേളയിൽ വം ഉച്ചരിക്കുക. ഇങ്ങനെ ആവർത്തിച്ച ശേഷം മണിപൂരക ചക്രത്തിൽ വലത് കൈയും ഇടത് കൈ സഹസ്രാരത്തിലെ അവസ്ഥയിലും സമർപ്പിക്കുക. ശ്വാസം എടുത്ത് 10 നാഡികളെ ധ്യാനിച്ച് നിശ്വാസവേളയിൽ രം എന്ന് ഉച്ചരിക്കുകയും ഇതാവർത്തിക്കുകയും ചെയ്യുക. പിന്നീട് വലതുകൈ അനാഹത ചക്രമർപ്പിച്ച് ഇടതുകൈ ഇതേ അവസ്ഥയിലും സമർപ്പിക്കുക. 12 നാഡികളെ ധ്യാനിച്ച് നിശ്വാസവേളയിൽ യം എന്ന് ഉച്ചരിച്ച് ആവർത്തിക്കുക. ആജ്ഞാചക്രത്തിൽ 2 കൈയും കൊണ്ട് വരിക്കുകയും 108 തവണ ഓം ധ്യാനം ചെയ്യുക. നിശ്വാസത്തിലും ഇതും ആവർത്തിക്കുക. ഇത് ഈ നിത്യ അഭ്യാസത്തിലൂടെ 6 ചക്രങ്ങളും തുറക്കപ്പെടുന്നതാണ്. ബ്രഹ്മചര്യാവസ്ഥ ഈ പ്രയോഗ വേളയിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇത് ഉത്തമനായ ഒരു താന്ത്രിക ആചാര്യ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.